ഇറാൻ ഇസ്രായേൽ യുദ്ധം വീണ്ടും കൊടുമ്പിരി കൊള്ളുമ്പോൾ ഓർമ്മയിൽ ഓടിയെത്തുന്ന നാട് മലയാളികളുടെ സ്വപ്ന ഭൂമിയായിരുന്ന പേർഷ്യ. ആ പേർഷ്യൻ ചരിത്രത്തിലേക്കൊരു തിരിഞ്ഞു. പേർഷ്യ ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ ചായക്കടകളിലും വീട്ടുമ്മറങ്ങളിലും അത്ഭുതത്തോടെയും ആദരവോടെയും ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു പേരായിരുന്നു അത്. ഇന്നത്തെ മരുഭൂമിയിലെ അത്ഭുത നഗരങ്ങൾ ജനിക്കുന്നതിനും എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുൻപേ കടൽ കടന്നുപോയ ഒരു തലമുറയുടെ വിയർപ്പും സ്വപ്നങ്ങളും വീണ മണ്ണാണത്. 1950 മുതൽ 70കളുടെ അവസാനം വരെ ഇറാൻ ഭരിച്ചിരുന്ന മുഹമ്മദ് റേസ പഹ്ലവി എന്ന ഷായുടെ കാലത്ത് ആ രാജ്യം ലോകത്തിനു മുന്നിൽ ഒരു സ്വപ്ന തുല്യമായ ഇടമായിരുന്നു. പാശ്ചാത്യ നാടുകളെ പോലും വെല്ലുന്ന ആധുനികതയും എണ്ണപ്പണം ഒഴുകിയെത്തിയ സമ്പന്നതയും പേർഷ്യയെ ഇന്ത്യക്കാരുടെ, പ്രത്യേകിച്ച് മലയാളികളുടെ ഭാഗ്യഭൂമിയാക്കി മാറ്റിയിരുന്നു. മുംബൈ തുറമുഖത്ത് നിന്ന് കപ്പൽ കയറി ദിവസങ്ങളോളം നീളുന്ന കടൽ യാത്രയ്ക്കൊടുവിൽ ഇറാനിലെ ഖുറം ഷഹറിലും അബാദാനിലും എത്തുമ്പോൾ അവർ കണ്ടത് മറ്റൊരു ലോകമായിരുന്നു. ആധുനിക രീതിയിലുള്ള ആശുപത്രികൾ, സ്കൂളുകൾ, ലോകോത്തര നിലവാരമുള്ള റിഫൈനറികൾ എന്നിവയാലൊക്കെ അവിടം സജീവമായിരുന്നു. ഇംഗ്ലീഷ് അറിയാവുന്ന മലയാളി ഡോക്ടർമാർക്കും നഴ്സുമാർക്കും എഞ്ചിനീയർമാർക്കും ഒക്കെ അവിടെ ലഭിച്ചിരുന്ന ആദരവും ബഹുമാനവും ഇന്നത്തെ ഗൾഫ് ജീവിതത്തെക്കാൾ ഒരുപാട് മുകളിലായിരുന്നു. നാട്ടിലേക്ക് അവധിക്ക് വരുന്ന പേർഷ്യക്കാരൻ അക്കാലത്തെ ഒരു വലിയ വിസ്മയമായിരുന്നു. അവർ കൊണ്ടുവരുന്ന വിദേശ നിർമ്മിത വാച്ചുകളും വസ്ത്രങ്ങളും പെർഫ്യൂമുകളും ഒരു നാടിന്റെ തന്നെ കണ്ണഞ്ചിപ്പിച്ചിരുന്നു. പഴയ മലയാള സിനിമകളിൽ പോലും സമ്പന്നതയുടെ അടയാളമായി നാം കണ്ടിരുന്നത് ഈ പേർഷ്യൻ പ്രവാസികളെയായിരുന്നു. എന്നാൽ ആ സുവർണ കാലത്തിന് അപ്രതീക്ഷിതമായ ഒരു അന്ത്യമുണ്ടായി. 1979 ഇറാനിൽ ആഞ്ഞടിച്ച ഇസ്ലാമിക വിപ്ലവം ആ രാജ്യത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചു. ഷായുടെ ഭരണം അവസാനിക്കുകയും രാജ്യം കർക്കശമായ ഇസ്ലാമിക നിയമങ്ങളിലേക്ക് മാറുകയും ചെയ്തതോടെ അതുവരെ അവിടെ നിലനിന്നിരുന്ന വ്യക്തി സ്വാതന്ത്ര്യവും ആധുനിക അന്തരീക്ഷവും വളരെ പെട്ടെന്നില്ലാതായി. വിദേശികൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് അതൊരു വലിയ ആഘാതമായിരുന്നു. ഇതിനു പിന്നാലെ വന്ന ഇറാൻ ഇറാഖ് യുദ്ധം ആ രാജ്യത്തെ ശ്മശാന തുല്യമാക്കി മാറ്റി. ആകാശത്ത് നിന്ന് ബോംബുകൾ വർഷിക്കപ്പെട്ടപ്പോൾ കഠിനാധ്വാനത്തിലൂടെ കെട്ടിപ്പടുത്ത സമ്പാദ്യങ്ങളെല്ലാം അവിടെ ഉപേക്ഷിച്ച് ജീവൻ മാത്രം കയ്യിൽ പിടിച്ച് പലർക്കും നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. ഒരു കാലത്ത് ലോകത്തിന്റെ നെറുകയിൽ നിന്നിരുന്ന കലയും സംസ്കാരവും ആധുനികതയും ഒത്തുചേർന്ന ആ പേർഷ്യ പിന്നീട് യുദ്ധങ്ങളുടെയും ഉപരോധങ്ങളുടെയും നടുവിൽ തളർന്നു പോകുന്ന കാഴ്ചയാണ് നാം കണ്ടത്. വിപ്ലവത്തിന് ശേഷം ഇറാൻ ലോകത്തിന് മുൻപിൽ വാതിലുകൾ അടച്ചപ്പോൾ അവിടെ നിന്ന് മടങ്ങിയ പ്രവാസികൾ പിന്നീട് പതുക്കെ വളർന്നു തുടങ്ങിയ ഇന്നത്തെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയായിരുന്നു. അങ്ങനെ മലയാളികളുടെ ചരിത്രത്തിലെ ആ പേർഷ്യൻ പ്രതാപം വെറുമൊരു ഓർമ്മയായി മാറി. എങ്കിലും ഇന്നും പഴയ തലമുറയിലെ പ്രവാസികളുടെ കണ്ണുകളിൽ ആ അബാദാൻ നഗരത്തിന്റെയും അവിടുത്തെ തെരുവുകളുടെയും തിളക്കം കാണാം. പേർഷ്യ വെറുമൊരു രാജ്യമല്ലായിരുന്നു, ഒരു ജനതയുടെ സ്വപ്നമായിരുന്നു. ഇന്ന് തങ്ങളുടെ ഭരണാധികാരികൾ ഓരോരുത്തരായി ഇല്ലാതാകുമ്പോൾ അവിടുത്തെ തെരുവുകളിൽ സാധാരണ ജനങ്ങൾ ആഘോഷിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാം. സ്വന്തം ഭരണാധികാരിയുടെ വിയോഗത്തിൽ ഒരു ജനത എന്തിനിത്രയ്ക്ക് സന്തോഷിക്കണം? ആ ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. അത് തങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ പഴയ പേർഷ്യയെ അവർ അത്രമേൽ സ്നേഹിക്കുന്നു എന്നത് തന്നെയാണ്. ഒരു കാലത്ത് ലോകത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായിരുന്ന ആ സുന്ദരമായ പേർഷ്യയെ തിരികെ ലഭിക്കാനുള്ള ഒടുങ്ങാത്ത ദാഹമാണത്. 1970കളിൽ വരെ ലോകത്തിനു മുൻപിൽ തല ഉയർത്തി നിന്നിരുന്ന ആ രാജ്യം ഇന്നത്തെ യൂറോപ്പിനേക്കാൾ വലിയ ആധുനികതയും ജീവിത സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്തിരുന്നു. പാശ്ചാത്യ ശൈലിയിലുള്ള വസ്ത്രധാരണവും ആർക്കും എവിടെയും കടന്നു ചെല്ലാനുള്ള സ്വാതന്ത്ര്യവും ഉന്നത വിദ്യാഭ്യാസവും നിലനിന്നിരുന്ന ഒരു കാലം. അവിടുത്തെ ഷാ ഭരണകൂടം പടുത്തുയർത്തിയത് വെറുമൊരു രാജ്യമല്ല, മറിച്ച് സാങ്കേതിക വിദ്യയിലും കലയിലും വിശ്വസിച്ചിരുന്ന ഒരു വലിയ സംസ്കാരമായിരുന്നു. എന്നാൽ 1979 ഇറാൻ നേരിട്ട ആ കറുത്ത മാറ്റം ആ രാജ്യത്തെ പതിറ്റാണ്ടുകൾ പുറകിലേക്ക് തള്ളിക്കളഞ്ഞു. പേർഷ്യ എന്ന പേര് മാറ്റി ഇറാൻ എന്ന പേരിൽ ആ രാജ്യം ലോകത്തിന് മുൻപിൽ വാതിലുകൾ അടച്ചു. കാലം കുറെ കടന്നു പോയിട്ടും ഇന്നും ഓരോ ഇറാനിയൻ പൗരന്റെയും ഉള്ളിൽ ആ പഴയ പേർഷ്യ ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ അവിടുത്തെ ഭരണാധികാരികൾക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളിൽ അവർ തെരുവുകളിൽ ഇറങ്ങുന്നത് ഒരാളുടെ മരണത്തിൽ ആഹ്ലാദിക്കാനല്ല, മറിച്ച് തങ്ങളെ തടവിലാക്കിയ പഴയ നിയമങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ്. തങ്ങളുടെ പെൺമക്കൾക്ക് തലമുടി കാറ്റിൽ പറത്തി നടക്കാൻ കഴിയുന്ന, സംഗീതവും കലയും ആവോളം ആസ്വദിക്കാവുന്ന, ലോകത്തോട് വീണ്ടും പുഞ്ചിരിക്കാൻ കഴിയുന്ന ആ പഴയ പേർഷ്യൻ വസന്തം തിരികെ വരുമെന്ന് അവർ സ്വപ്നം കാണുന്നു. പഴയ പേർഷ്യക്കാരൻ എന്ന ഗാംഭീര്യം മലയാളികളുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ മണ്ണ് നമുക്ക് നൽകിയ വലിയ സ്നേഹത്തിന്റെ അടയാളം കൂടിയാണ്. ആ പഴയ സുവർണകാലം
ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ചിറകടിച്ചുയരുമെന്ന പ്രതീക്ഷയിലാണ് ഇന്നും ഓരോ പേർഷ്യൻ ഹൃദയവും മിടിക്കുന്നത്. ഓർമ്മകളിലെ ആ പഴയ പേർഷ്യയുടെ പ്രതാപം പോലെ വരാനിരിക്കുന്ന കാലം എല്ലാവർക്കും വീണ്ടും ഐശ്വര്യവും സമാധാനവും നൽകുന്നതാകട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം.